ഞാൻ നവംബർ 1/11/24 ഞാൻ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തു. ഈ 14 മാസക്കാലം ഞാൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ പരിപാലിച്ചു എന്നല്ല, ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് പണിയെടുത്തു. അടൂർ സർവീസ് ബൈപ്പാസിലാതെ. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, അവിടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ ഒത്തിരി നടന്നിട്ടുണ്ട്. ഭരിച്ചത് നേരത്തെ ഭരിച്ചിരുന്നവരുടെ കയ്യിൽ നിന്ന് വന്ന വീഴ്ച അല്ല. ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം യാതൊരു LDF ആണ് ഭരിക്കുന്നത്. LDF ഞാനും LDF കാരി തന്നെയാണ്. കാരണം അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ അവിടെ പോയി കഴിഞ്ഞിരുന്നപ്പം ബാങ്കിൻ്റെതായുള്ള CPM-ന്റെ അത് ഗുരുതരമായ വീഴ്ചയെന്ന് പറഞ്ഞ് നമ്മളതിനകത്ത് അവിടെ ബാങ്കിന് അനുയോജിതമായി കൊണ്ടുപോകേണ്ട ഒരു സ്റ്റാഫ് പോലും ആ ബാങ്കിലില്ലായിരുന്നു. കാരണം വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരു പിയൂൺ മാത്രമാണ് അവിടെ. അത് ഞാൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്താണ് ആ കുട്ടിയെ സ്ഥിരമായിട്ട് നിയമിച്ചത്. കഴിഞ്ഞ ഭരണസമിതി സമയത്തായിരുന്നാലും ഒരു കുട്ടിയെ എടുത്ത് BCom കഴിഞ്ഞ ഒരു കുട്ടിയെ എടുത്ത് JDC കഴിഞ്ഞ് അതിനെ നമുക്ക് സെക്രട്ടറി പോസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തി ആ കുട്ടി അവിടെ വർക്കും ചെയ്തു വന്നത്. ആ കുട്ടി എങ്ങനെ പോയി എന്ന് പോലും ആർക്കും അറിയത്തില്ല. കാരണം ആ കുട്ടിയെയും കഴിഞ്ഞ പ്രസിഡന്റ് എടുത്തോടിച്ച് കളഞ്ഞു. കാരണം അവിടുത്തെ പ്രസിഡന്റ് P. രവീന്ദ്രൻ CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അത്തരം ചെയ്ത് നമ്മൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, കാരണം കുടിശ്ശിക പിരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, ഞാൻ ഒരു പൈസ ഈ 14 മാസക്കാലം അഡ്വാൻസ് കൈപ്പറ്റിയിട്ടില്ല. 1 രൂപ പോലും ഞാൻ ഒരു തരത്തിലും ആ ബാങ്കിൽ നിന്ന് ഞാൻ ഈടാക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കുടിശ്ശിക പിരിക്കാൻ ഞാൻ ആൾക്കാരെ കണ്ടെത്താനും സഹകാരികളെ അങ്ങോട്ട് കൊണ്ടുവരാനും എല്ലാമുള്ള പരിശ്രമം നടത്തി. കുറേ ആൾക്കാർ ആ രീതിയിലേക്ക് നമ്മളെ ബന്ധപ്പെട്ട് നല്ല രീതിയിലേക്ക് ആ പ്രവർത്തനം ബാങ്കിൻ്റെ ഉന്നതിയിലേക്ക് ഉയരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേന് അതിനകത്തെ ക്രമക്കേടുകൾ കുറച്ച് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മളോട് എതിർപ്പ് കൂടിയത്. അതിലുപരി അവിടെ നടന്നിരിക്കുന്ന ലോണുകളൊക്കെ വളരെ പാർട്ടിക്കാർക്കെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ആയിട്ട് വീതിച്ചതാ. നാട്ടും അങ്ങനെ അതും പരിധിയിലല്ലാതെ വളരെ ഗുരുതരമായ മാനസിക ഇതൊക്കെ ഉള്ളവർക്ക് വരെയാണ് ആ ലോൺ കൊടുത്തിരിക്കുന്നത്. ചിലരുടെ അവരറിയാത്ത പോലും അവരുടെ പ്രമാണം വെച്ച് ലോൺ ഇവിടെ എടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരം വളരെ ക്രമക്കേടുകൾ അവിടെ കണ്ടെത്തി. അന്ന് അതിന് മുമ്പ് തന്നെ ഞാൻ കയറിയതിന് ശേഷം 4-6 മാസം കഴിഞ്ഞ് തന്നെ JR-ന് ഒരു പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ AR ഒരു അന്വേഷണം വെച്ചു. ആ അന്വേഷണം വെച്ച സമയത്ത് AR നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എല്ലാവരും കൂടി കണക്കുകൾ അപ്പോഴും ബോധ്യം എടുത്തപ്പോൾ തന്നെ 75 ലക്ഷം രൂപ കുടിശ്ശിക കിടക്കുക. ആ കണക്കുകൾ മിസ്സിങ് കിടക്കുക അവിടെ. അപ്പോൾ അതും വന്നു. ഈ അതിൽ കൂടെയാണ് ഞാനിപ്പം ഇത്രയും കാലയളവിലേക്ക് ഒരു 60 ലക്ഷത്തോളം രൂപ ഞാൻ